നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്ന് മുതൽ വേദയുടെയും വിക്രത്തിന്റെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ടാം ഭാഗം വേദയുടെയും വിക്രത്തിന്റെ ഇന്ന് മുതൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ. അത് മാത്രമല്ല, നമ്മള് അരമണിക്കൂർ നീണ്ടുന്ന വിശേഷങ്ങളായിരുന്നു ഇത്ര ദിവസം കണ്ട്. പക്ഷെ ഇനി അങ്ങനെയല്ല. കാരണം ഒരു 1.5-2 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇടാനായിട്ട് പറ്റുള്ളൂ. കാരണം വീഡിയോസ് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഒറ്റ ഇതായിട്ട് ഇടാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞിട്ടായിരിക്കും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഡൽഹിയിലെ ACP തൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഒരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. മേലൊരു മാളിലേക്ക് വന്നു. അപ്പം കൂടെ വേറെ പോലീസുകാരും ഉണ്ട്, എസ്കോട്ടായിട്ട് കുറെ പോലീസുകാരും ഉണ്ട്. അങ്ങനെ അവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ACPയോട് ഭാര്യ പറഞ്ഞു, തരണേട്ട എന്താ ഇത്? ഒരു സ്വസ്ഥത സമാധാനത്തോടും കൂടി ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാന്ന് വെച്ചാൽ അതുപോലും നടക്കില്ലല്ലോ. ഇവരെയൊക്കെ എന്തിനാ എപ്പോഴും ഇങ്ങനെ എസ്കോട്ടായിട്ട് കൂട്ടൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇവരെയൊക്കെ പറഞ്ഞു വിട്ടുകൂടെന്ന് ചോദിച്ചു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അയാൾ എന്നിട്ട് ബാക്കി പോലീസുകാരോട് പറഞ്ഞു, അതെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നോളാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണ്ട, ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാര്യയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് കുറച്ച് ഗുണ്ടകൾ കണ്ടിത്. അപ്പോഴേക്കും ഒരുത്തൻ മെസ്സേജ് പാസ് ചെയ്യാണ്. ACP അയാളുടെ ഭാര്യയും അകത്തേക്ക് തനിച്ചാണ് കയറിപ്പോയിരിക്കുന്നത്. എസ്കോട്ട്സിനെ ഒക്കെ പുറത്ത് നിർത്തിയിരിക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അകത്തേക്ക് ചെന്നിട്ട് തരുണയുടെ അയാളുടെ ഭാര്യ പറഞ്ഞു, അതെ കണ്ടില്ലേ എത്രമാത്രം കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് കുറച്ച് ഉടുപ്പുകളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നിരിക്കുന്നത്. അപ്പം കുഞ്ഞുടുപ്പൊന്നും വാങ്ങിക്കാൻ സമയമായില്ല, എങ്കിലും നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കണം. അങ്ങനെ കുറച്ച് കുഞ്ഞുടുപ്പുകളൊക്കെ നോക്കണം. അപ്പം പെൺകുട്ടികളുടെ ഉടുപ്പാണ് അവർ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. ആ സമയത്ത് അയാൾ എന്ത് ചെയ്തു, ACP എന്നിട്ട് ഒരു ടോയ് എടുത്തുകൊണ്ട് വരികയാണ്. ഒരു ചെറിയൊരു ജീപ്പ് പോണത്തെ ടോയ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, എന്തിനാ തരുണേട്ടത്? തരുണേട്ട പെൺകുട്ടികളല്ലേ ഇഷ്ടം, നമുക്ക് ജനിക്കാൻ പോകുന്നൊരു പെൺകുഞ്ഞാ, അതുകൊണ്ട് ഈ ടോയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. ഇത് കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞുണ്ടായി കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിനോട് പറയണം, ഇത് ദേ നിന്റെ 2-ാം മാസത്തിലെടുത്ത ഉടുപ്പ്, ഇത് 5-ാം മാസത്തിലെടുത്ത ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ കൊണ്ടുപോയി കൗണ്ടറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കുമാണ് ഗുണ്ടകൾ എവിടേക്ക് വരുന്നത്. ACPക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഗുണ്ടകളാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഭാര്യയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അത് എടുത്തൊക്കെ മതി, നീ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. എന്താ തരണേട്ടാ? ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് വന്നിട്ട് ആ ഷർട്ട് അങ്ങോട്ട് വലിച്ച് താത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ നേരിടുകയാണ്. അങ്ങനെ ഇടിച്ച് നിരപ്പാക്കി കുറച്ച് കഴിഞ്ഞ് ഷട്ടർ വെക്കുമ്പോഴത്തേനും തരുണിന്റെ ഭാര്യ കാണുന്ന കാഴ്ച, തരുണ ഒരു ഗുണ്ടനെ ഇടിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് ബോധം പോകുന്ന പോലെ തോന്നി. അവരെന്ത് ചെയ്തു, തല കറങ്ങി അങ്ങോട്ടേക്ക് വീഴുകയാണ്. അങ്ങനെ അവരെ കൊണ്ട് ACP പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നീട് കാണിക്കുന്ന വേദയാണ്. വേദ തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും അവൾ ഓടി അങ്ങ് ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, എടി നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് വേദ അവളും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ശ്വേത എന്നാണ് പേര്. അപ്പോൾ വേദ ഡൽഹിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് വേദയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചാൽ മതിയാവത്തുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോന്നെ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പം ഡൽഹിക്കുള്ള ട്രെയിനാണ് ആദ്യം കണ്ടത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ആ ട്രെയിനിലേക്ക് കയറി. പിന്നീടാണ് ഞാൻ നിന്നെക്കുറിച്ചൊക്കെ ഓർക്കണേന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, നീ എൻ്റെ അടുത്ത് എത്തിയില്ലോ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേദയും കൊണ്ട് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പം വക്കീലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടെയൊക്കെ ഡൽഹിയിലൊക്കെ അങ്ങനെ വക്കീൽ ഓഫീസിൽ കയറാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. വേദയോട് തൽക്കാലത്തേക്ക് നമുക്ക് ഏതെങ്കിലും കോൾ സെൻറ്ററിൽ ജോലി കിട്ടുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വേദയ്ക്ക് ഒരു കോൾ സെൻറ്ററിൽ ജോലി ശരിയായി കൊടുക്കുകയാണ്. വേദ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് വിക്രത്തിന് വിധി വരുവാണ്. വിക്രത്തിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വേദ അറിഞ്ഞു. വേദ ഫോണിനകത്ത് ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ തകർന്നു പോയി. വേദ പൊട്ടിക്കരയാണ് വയറ്റത്തേക്ക് കൈവച്ചിട്ട്. മാഷിനും അതുപോലെ തന്നെ കമലയ്ക്കൊന്നും സഹിച്ചില്ല ഈ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കമല കരയണ സമയത്ത് മാഷ് ആശ്വസിപ്പിച്ചു, സാരമില്ല പോട്ടെ, എന്താണെങ്കിലും നമ്മുടെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നമുക്കറിയാം, എപ്പോഴാണെങ്കിലും സത്യം പുറത്തു വരും, കമലെ നീ വിഷമിക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നാലും മാഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എനിക്കൊന്നും ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, സാരമില്ല പോട്ടെ മാഷെ. എന്താണെങ്കിലും വിശ്വത്തിനെ വിനായനെയൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച് നന്നായി, നമ്മൾ തനിച്ചു മതിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദേ വിശ്വത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോണം, ശ്രീജ എന്തായാലും മാഷിനെ കൈവിടില്ലെന്ന് പറഞ്ഞു.
എന്തൊക്കെയാ ഈ പറയണേ കമലെ നീയ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഈ ജെല്ലടയ്ക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട മാഷേ, ജെല്ലടയ്ക്കണ്ട. ചിലപ്പം ജെല്ലടച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നം പോലും ചിലപ്പോൾ കടന്നു വരാനായിട്ട് മടിക്കും. സ്വപ്നത്തിലെങ്കിലും വേദയും വിക്രം എൻ്റെ മനസ്സിലേക്ക് വന്നോട്ടെ. എനിക്ക് അവരെ കാണാനായിട്ട് അത്ര ആഗ്രഹമുണ്ട്. എന്തോ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് മാഷേ. ഒരു പക്ഷേങ്കിൽ എനിക്കെന്തോ സംഭവിച്ചു പോകുന്നതിന് മുന്നിൽ ചിലപ്പം നമുക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞു കണക്ക്. ഇത് കേട്ട് ഞാൻ മാഷ് ചോദിച്ചു, നീ എന്തൊക്കെ പറയണ കമലെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ വെറുതെ ഓരോന്നൊന്നും ആലോചിച്ച് കൂട്ടാതെ നീ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് മെഡിസിൻ എടുത്ത് കൊടുത്തു. അപ്പോഴേക്കും കമല പറഞ്ഞു, മാഷേ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദേ എൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. വേദയും വിക്രം വന്നതിന് ശേഷം മാത്രമേ അത് കൊണ്ടേ ഒഴുക്കാവുള്ളൂ. അറിയാലോ, അതിനു മുമ്പ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. മാഷോട് ഒറ്റയ്ക്ക് കിടക്കുകയൊന്നും ചെയ്യരുത്, ഒറ്റയ്ക്ക് ജീവിക്കണമെന്നൊരു മോഹം പോലും പാടില്ല. പെട്ടെന്ന് കമലയുടെ വാകുത്തി മാഷ്. എന്നിട്ട് പറഞ്ഞു, ദേ അനാവശ്യമായിട്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഇത് നിർത്തിക്കോണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ്. ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് കമല ഒരു വിധത്തിലോ പിടിച്ചു കിടത്തി ഉറക്കുവാണ്. കമലയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദേനെയും വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് നിറയും. അങ്ങനെ പിന്നീട് വേദ പുറത്ത് പോവാണ്. അപ്പോൾ പുറത്ത് വേദയുടെ കൂട്ടുകാർ ചേതയും കൂടെ പോകുന്നുണ്ട്. ഇടയ്ക്ക് അവർ പാർക്കിലൊക്കെ പോകും. അങ്ങനെ പാർക്കിൽ പോയിട്ട് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങോട്ട് കടന്നുപോയി. ഒരു ദിവസം പോയ സമയത്ത് അവരവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്നൊരു പെൺകുട്ടി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരതൊക്കെ നോക്കിക്കൊണ്ട് അവരിപ്പുറത്ത് ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം ശ്രീകാന്ത് ഫോണിലേക്ക് ദർശൻ്റെ കോള് വരുവാണ്. ദർശൻ വിളിച്ച് ശ്രീകാന്ത് ചോദിച്ചു, എന്തൊക്കെയുണ്ട് ദർശ വിശേഷങ്ങൾ? അതെ, ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെയാണ്, അതൊന്ന് നോക്കാൻ പറഞ്ഞു. എന്താ ദർശൻ, എന്താ? അതൊന്ന് നോക്ക് എന്നിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് ആ വീഡിയോസ് ഇങ്ങനെ ആ റീൽസ് കാണുവാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിനകത്ത് വേദയെ കാണുന്നത്. വേദ അവിടെ ഇരിക്കുന്ന ആ ഒരു രംഗം കാണുന്നത്. ഓഹോ, ഇത് വേദയാണല്ലോ, അപ്പം ഡൽഹിയിൽ അവളുണ്ട് എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുവാണ്. അപ്പോൾ ആ റീൽസിലൂടെയാണ് വേദ ഡൽഹിയിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ വേദ എവിടെയുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും ശ്രീകാന്തിനും അല്ലെങ്കിൽ ദർശനം ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം വേദയും കൊണ്ട് ശ്രേയ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അപ്പോൾ വേദയ്ക്ക് ഡേറ്റും കാര്യങ്ങളും ഏകദേശം അടുത്ത് വരുവാണ്. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് വന്നു. ഡോക്ടറെ കാണാൻ വന്ന് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആവാനായിട്ട്. ആ സമയത്ത് ശ്രേയ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം രാത്രിയിൽ എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിളെയും കൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കാര്യമാക്കണ്ട, 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ആക്കിയോ ഹോസ്പിറ്റലാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ റൂം വേണ്ടേ? എങ്ങനത്തെ റൂമാണ് വേണ്ടേ എന്ന് ചോദിച്ചു. ഷെയറിംഗ് റൂമുണ്ട്, അല്ലാത്ത ഒറ്റ റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിപ്പോൾ പേര് പറഞ്ഞു, അല്ല ഫീമെയിൽ വാർഡില്ലെന്ന് ചോദിച്ചു. വാർഡോ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വാർഡിൽ ഒഴിവില്ല, ബെഡൊന്നും കാര്യങ്ങളൊന്നുമില്ല, ഒഴിവില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ഷെയർ റൂം പറ്റുമോ? ഷെയർ റൂം ആണെങ്കിൽ കുഴപ്പമില്ല, ടിൻ റൂമുണ്ട്, അതാണെങ്കിൽ നല്ല ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരാളും കൂടെ കാണുമല്ലോ അവിടെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു വേദ. ആ സമയം ശ്രേയ പറഞ്ഞു, വേദ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ അവർ സമ്മതിച്ചു. അപ്പോഴേക്കും ഡോക്ടർ നേഴ്സിനെ വിളിച്ചു. നേഴ്സ് അങ്ങോട്ട് വന്നു. നേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷെയർ റൂം ഏതാ ഉള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നേഴ്സ് പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഉണ്ട് മാഡം, ACPയുടെ ഭാര്യ കിടക്കുന്ന റൂമുണ്ടെന്ന് പറഞ്ഞു. ആണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് മലയാളി നേഴ്സാന്ന് പറഞ്ഞു. ആണോ? വേദയ്ക്കും ഭയങ്കര സന്തോഷമായി ആ നേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പം ഇനിയിപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂല്ലോ, മലയാളി ആയതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് അവർ വേദയെ വിളിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു. ശ്രേയ അത് അടയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, വേണ്ട ശ്രേയ, ഞാനത് അടച്ചോളാം, എനിക്ക് അടയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതേ ATM കാർഡ് എന്ന് പറഞ്ഞിട്ട് ATM കാർഡ് കൊടുത്തു, ഇതിനകത്ത് പൈസയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രേയ അതുമായിട്ട് ആ ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ബാഗൊക്കെ മേടിച്ച് പിടിച്ച് നേഴ്സ് വേദയും കൊണ്ട് ആ ഷെയർ റൂമിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബെഡൊക്കെ കാലിയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ ചുറ്റും നോക്കി. അല്ല വേറൊരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ? അതോ ACPയുടെ ഭാര്യ, അവരിവിടെ കൊണ്ടുവന്ന നല്ല ബ്ലീഡിങ് ആയിട്ടാന്ന് പറഞ്ഞു. ബ്ലീഡിങ്ങോ? അതെ, ഹെവി ബ്ലീഡിങ് ആയിട്ട് കൊണ്ടുവന്നേ. അവരിപ്പം റൂമിലില്ല, അപ്പുറത്തെ ICUയില്ല, അവരിങ്ങോട്ടേക്ക് മാറ്റുമെന്ന് പറഞ്ഞു പിന്നീട്. അല്ല അവർക്കിത് എന്ത് പറ്റിയതാ ഹെവി ബ്ലീഡിങ്? ഓ അതോ, അത് ACP അയാളുടെ ഭാര്യയും കൂടെ ഷോപ്പിങ്ങിന് പോയതായിരുന്നു മാളിൽ. അവിടെ വെച്ച് ആക്രമണം ഉണ്ടായി. ഭാര്യയ്ക്ക് നേരെയോ? അല്ല,
ACPയുടെ നേരെ. തരുണായിരുന്ന അയാളുടെ പേര്. ന്യൂസിനകത്തേക്ക് എപ്പോഴും കാണിക്കും. അയാളെക്കുറിച്ച് അറിയത്തില്ലാത്ത ആരും ഇല്ലാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അയാൾ അങ്ങനെ ഒരു മനുഷ്യനാ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗുണ്ടകളെയൊക്കെ ഇടിച്ച് ശരിയാക്കുന്ന കാണണം. അതുകൊണ്ട് എപ്പോഴും അയാൾ TVക്കകത്ത് നിറഞ്ഞിരിക്കും. പക്ഷെ ഇവിടെ ഒന്ന് ഭാര്യയുടെ അടുത്ത് ഇരിക്കുന്ന വിരിപ്പ് കാണണം. അത് ആ മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. ഗുണ്ടകൾക്കിടയിലേക്ക് അയാളൊരു പേടി സ്വപ്നമാണെന്ന് പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് വേദ ഇങ്ങനെ ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു അവർ വരുമായിരിക്കില്ലേ? വരും. ഇതുണ്ടോ, ഇത് വേദയുടെ ബെഡ്. തൊട്ടപ്പുറത്ത് ബൈസ്റ്റാൻഡർക്ക് ഒരു ചെറിയ ബെഡുണ്ട്. ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചു വേദയും പെൺകുട്ടിയായിട്ട്. അങ്ങനെ പെൺകുട്ടി പോകുന്ന സമയത്ത് വേദ ചോദിച്ചു, പേരെന്താ? അരുണ ജ്യോതിലാൽ എന്ന് പറഞ്ഞു. അരുണ ജ്യോതിലാലോ? അതെ, ഇവിടെ എല്ലാവരും അരുണ ചട്ടർ ബട്ടർ എന്ന് പറയുന്നത്. അതെന്താ? എപ്പോഴും കാര്യമില്ല ചുമ്മാ ചലച്ചുകൊണ്ട് നടക്കുമെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ സ്വഭാവം അങ്ങനെയാന്നേ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊലച്ചുകൊണ്ടിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ചിരി വന്നു. പിന്നീട് എങ്കിൽ ശരി ചേച്ചി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുവാണ്. അപ്പോഴേക്കും വേദയുടെ മനസ്സിലേക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ വരുവാണ്. ഒരു ദിവസം വിക്രം വേദയുടെ മടിയിലേക്ക് ഇങ്ങനെ തലവെച്ച് കിടന്നു. എന്നിട്ട് പറഞ്ഞു, വേദേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അല്ല, നമ്മൾ കണ്ടിട്ടില്ലേ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ഇങ്ങനെ കാമുകന്മാർ അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ കല്യാണം കഴിയുന്നത്, അവരിങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നത്, പിന്നെ അവർക്ക് മക്കളുണ്ടാകുന്നത് എന്ന കാര്യങ്ങളെല്ലാം അവരിങ്ങനെ സ്വപ്നം കാണുന്നത് കാണിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ എപ്പോഴും യാഥാർത്ഥ്യമാവണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, യാഥാർത്ഥ്യമൊന്നും ആവത്തൊന്നുമില്ല, എന്നാലും പക്ഷേ അതുപോലെ കാണിക്കാതിരിക്കത്തില്ലോ. എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ കാണിക്കും. സിനിമയ്ക്കകത്താണെങ്കിലും ശരി, സീരിയലിനകത്താണെങ്കിലും ശരി, ഇങ്ങനെ ഒരാൾ സ്വപ്നം കാണും, ഇങ്ങനെ തനിക്ക് മക്കളുണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന എല്ലാ സ്വപ്നം കാണും. പക്ഷെ അതൊക്കെ നടക്കണം നിർബന്ധമില്ല എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സിനിമയിലും സീരിയലൊക്കെ വരാതിരിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ വിക്രത്തിന് അറിയാലോ അതൊക്കെ ചുമ്മാ ഒരുമാതിരി ക്ലീശ കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ക്ലീശ കാര്യങ്ങളൊക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആരും എടുത്ത് ഇടാതിരിക്കുന്നില്ലല്ലോ. വീണ്ടും വീണ്ടും അങ്ങനത്തെ സിനിമകളും കാര്യങ്ങളൊക്കെ ഇറങ്ങണില്ലേന്ന് ചോദിച്ചു. ഉണ്ട്, അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ വിക്രം, നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ കാണുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരയാതിരിക്കാൻ പറ്റുമോ? നമ്മൾ കരയില്ലേ എന്ന് പറഞ്ഞാലൊക്കെ തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനും ഇപ്പം അങ്ങനെ ചില സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, നമ്മൾ രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അതേന്നേ, എനിക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞു വേണമെന്നൊക്കെ. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, പിന്നെ കൊള്ളാലോ. അതെ, അങ്ങനെ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വയറിലേക്ക് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കുഞ്ഞിനോട് വർത്താനം പറയുന്ന ആ രംഗങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ആലോചിക്കാറുണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞ ആള് കൊള്ളാലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പം പ്രഗ്നൻ്റ് ആണെന്നാണോ പറയണേ? അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, അതെന്താളും നടക്കില്ല. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലാണ്, എപ്പോഴെങ്ങനെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അയ്യടാ ഇപ്പം അങ്ങനെ കുഞ്ഞു വേണമെന്നൊരു ആഗ്രഹമൊന്നും മനസ്സ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം വേദയുടെ മടിയിലേക്ക് കിടന്നു. എന്ത് രസമായിരിക്കും അല്ലേ, നോക്കിക്കോ, നീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴേ ഞാൻ നിന്റെ വയറുമേ തല വെച്ച് എൻ്റെ കുഞ്ഞിനോട് കുറേ വർത്താനം പറയും. വേദ പറഞ്ഞു, അത് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴല്ലേ, അപ്പോഴത്തെ കാര്യം നമുക്ക് അപ്പം നോക്കാമെന്ന് പറഞ്ഞു. വേദയ്ക്ക് പെട്ടെന്ന് ആ ഓരോ ഓർമ്മ വേദയുടെ മനസ്സിലേക്ക് വന്നപ്പോൾ വേദയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണ്. ഈ സമയത്താണ് ശ്രേയ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് വേദ കണ്ണൊക്കെ തുടച്ചു. ഓഹോ, അപ്പം ഇവിടെ കരച്ചിലും വെള്ളമൊക്കെ ആയിരുന്നല്ലേ. ഞാൻ ഇത്തിരി സമയം അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനും എന്തിനാ എങ്ങനെ ഇരുന്ന് കരയണേ? പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയിലെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആനന്ദക്കണ്ണീരാന്ന് പറഞ്ഞു. ആനന്ദക്കണ്ണീരോ? പിന്നല്ലാതെ ഒരു കാര്യം നമ്മളിങ്ങനെ മനസ്സിലോർക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്നു പറഞ്ഞു. ഞാൻ ആലോചിക്കുമായിരുന്നു എൻ്റെയും വിക്രത്തിൻ്റെ ആ നല്ല കാലങ്ങളെക്കുറിച്ച്. ഒരു വർഷക്കാലം ഞങ്ങൾ നല്ല രീതി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച ആ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രേയ പറഞ്ഞു, വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട, സങ്കടം കൊണ്ട് കരഞ്ഞല്ലേ, ഒരിക്കലും അല്ല. നിനക്കറിയാലോ മോഹൻലാലിൻ്റെ ആ സിനിമ നിനക്കറിയാമോ, ചിത്രം എന്ന് പറയുന്നത്, അതിനകത്ത് നെടുമുടി വേണുവിനോട് മോഹൻലാലിനെ ഊണ് കഴിക്കാനായിട്ട് പറയുന്നൊരു സീനുണ്ട്, ഒരു രംഗമുണ്ട്, അത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ നായിക പറഞ്ഞുകൊണ്ടിരുന്നേ, അതെ അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനാ പറയുന്നത് ഊണ് കഴിക്കാനായിട്ട്, ഊണ് റെഡിയായിട്ടുണ്ടെന്ന്. പിന്നെ അയാളെന്നുള്ള അദ്ദേഹത്തിനെ നാക്കി. അതിനുശേഷം പിന്നെ ഇത്തിരി നാൾ കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം എന്നുള്ള മാറ്റിയിട്ട് വിഷ്ണുവേട്ടനെ ഊണ് കഴിക്കാൻ വിളിക്കുക എന്നായി നെടുമുടി വേണുവിനോട് പറയണേ.
നെടുമുടി വേണു അപ്പം മനസ്സിലാലോചിക്കുന്നുണ്ട് എങ്ങനെ ഇവൾക്ക് ഇങ്ങനെ മാറാൻ സാധിക്കുന്ന. കാരണം തെമ്മാടിയായിട്ട് ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയാളുടേതായി മാറും. ആ ഒരു ചിന്ത നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രേയ ഇങ്ങനെ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. വേദയെ നോക്കി. വേദ പറഞ്ഞു, എനിക്ക് വിക്രത്തിന് ഇഷ്ടമല്ലായിരുന്നു ഗുണ്ട തെമ്മാടി എന്നൊക്കെ കരുതി ഞാനിരുന്ന. പിന്നെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശരിക്കും അറിയുന്നത് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. പിന്നീട് അങ്ങോട്ട് ഇഷ്ടമായിരുന്നു, പിന്നീട് പ്രണയമായി മാറി. അതിനുശേഷം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങി. ആ ഒരു ഓർമ്മയുണ്ടല്ലോ, അത് മതി എനിക്ക് ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട്. അതിനെക്കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇപ്പോഴും സന്തോഷം കൊണ്ട് നിറഞ്ഞു വരും. ആ ആനന്ദക്കണ്ണീരാ നീ കണ്ടേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രേയ പറഞ്ഞു, ശരി സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. ദേ നിന്നോടൊപ്പം ഇന്നത്തെ ദിവസം എനിക്കിവിടെ നിൽക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഷിഫ്റ്റായി പോയി. സാരമില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രേയ പറഞ്ഞു, മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കണം, വീട്ടിൽ കഴിക്കാതിരിക്കുന്ന പോലെ കഴിക്കാതിരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചോളാം, ശരിക്കും നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിന്നെ കിട്ടിയില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനോ. അത് കേട്ടപ്പോൾ ശ്രേയ പറഞ്ഞു, ഇങ്ങനെ നന്ദി വാക്ക് പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ തമ്മിൽ, നിനക്കറിയാലോ. ചില ബന്ധങ്ങൾ നമ്മളിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഉള്ള ബന്ധങ്ങളായിരിക്കും, പക്ഷെ ചിലത് അങ്ങനെയല്ല. ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെന്നൊന്നും ആഗ്രഹിക്കത്തില്ല, അവൻ്റെ നന്മ മാത്രം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ലേ, അതിനകത്ത് ഇപ്പോൾ കണക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്ദി വാക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, അതെനിക്കറിയാം, എന്നാലും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്നൊരു സങ്കടം. എങ്ങനെ ഇതേ വെറുതെ ഓരോന്നൊക്കെ ഓർത്ത് പറഞ്ഞാണ്ടല്ലോ, ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെ എന്താ ആവശ്യമുണ്ടല്ലോ നീ എന്നെ വിളിക്കാൻ മടിക്കരുത്. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതിനല്ലേ ഇവിടെ റൂമിൽ സ്വിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാൽ ഞാൻ ഇവിടുത്തെ നേഴ്സുമാരെ വിളിച്ചോളാം. അല്ല മുമ്പ് ഒരു നേഴ്സ് വന്നായിരുന്നല്ലോ, ഒരു മലയാളി നേഴ്സ്, അരുണ ചട്രബട്ടർ. ചട്രബട്ടറോ? അങ്ങനെയാണോ അവരുടെ ഇനിഷ്യൽ? അങ്ങനെയല്ല, ജ്യോതിലാൽ എന്നാ അവർ തന്നെ പറഞ്ഞ ചട്രബട്ടറാന്ന്. കാരണം എപ്പോഴും ചലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അവരുടേത്, അതുകൊണ്ടാണ് ചട്രബട്ടർ നമ്മളെ എല്ലാവരും വിളിക്കുന്നതെന്ന്. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ റൂമിലുള്ള മറ്റേയാളെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു വിവരണം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ശ്രേയ പറഞ്ഞു, പിന്നെ അവരോട് കൂടുതൽ നീ അടുക്കാൻ പോകണ്ട, അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകണ്ട, അറിയാലോ അവരുടെ വായിക്കകത്ത് ചിലപ്പോൾ ഒന്നും ഇരിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം, അതൊക്കെ നോക്കിയും കൊണ്ട് ഞാൻ സംസാരിക്കുള്ളൂ, ആ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രേയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് റൂമിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇതേ സമയത്ത് വിക്രം ജയിലിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സെല്ലിനി ഇരിക്കുകയാണ്. വിക്രത്തിന് മനസ്സിൽ നിറയെ വേദയുടെ മുഖമായിരുന്നു. അവളിപ്പോൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യുമായിരിക്കും? ഓരോ ദിവസം ഇതൊക്കെ തന്നെ വിക്രം ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേക്കാണ് സഹതടവുകാരനായ രാഘവൻ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ വന്നിട്ട് പറഞ്ഞു, എന്താ വിക്രം, നീ ഇപ്പോഴും ആലോചനയിൽ തന്നെയാണോ? സാധാരണഗതിയിൽ വന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇവിടെയായിട്ട് ഇണങ്ങിച്ചേരും, പക്ഷെ ഇതുവരെ ആയിട്ടും നിനക്ക് ഇവിടെ അങ്ങോട്ട് ഇണങ്ങിച്ചേരാൻ പറ്റുന്നില്ലല്ലേ? ഇനിയിപ്പോൾ എത്ര കാലം കിടന്നാലും നിനക്കറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല രാഘവേട്ടൻ അറിയാലോ, ഇതിനു മുമ്പ് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വേദനയല്ല ഇന്ന്. അന്ന് പക്ഷെ എനിക്ക് എന്താണെങ്കിലും ആയാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം എനിക്ക് പുറത്തിറങ്ങിയിട്ടും വലിയ കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എനിക്ക് പുറത്തിറങ്ങണമെന്നും ഞങ്ങളെ കുടുക്കിയവരെ അകത്താക്കണമെന്നും ആഗ്രഹമുണ്ട്. പുറത്തവർ നന്നായിട്ട് വിലസുവാണല്ലോ, ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. രാഘവ ചേട്ടൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട വിക്രം, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാലോ. ആ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്തേലും ആകുമോ? എനിക്ക് പുറത്തിറങ്ങുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ നിരപരാധിയെന്ന് തെളിയിക്കണം, വേദയെ കണ്ടെത്തണം. അവളിപ്പോൾ എവിടെ എന്താണെന്നും അറിയത്തില്ല. ഒരുപക്ഷെ എൻ്റെ എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്രയും വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. രാഘവൻ ചേട്ടൻ അറിയാവോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു ജീവിതം തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വേദ ഗർഭിണിയാന്നുള്ള കാര്യങ്ങളൊന്നും വിക്രത്തിനിട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ കണ്ടിട്ടുമില്ലല്ലോ. ആ സമയം രാഘവൻ ചേട്ടൻ പറഞ്ഞു, നമ്മളല്ലെങ്കിലും കരുതുന്ന പോലെയൊന്നും അല്ലല്ലോ വിക്രം നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിക്രം പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയൊന്നും അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട് രാഘവൻ ചേട്ടൻ അറിയാലോ, ഇതിനു മുമ്പ് ഞാൻ കിടന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ശ്രീനിസാറ. പിന്നെ അതിനുശേഷം എന്തൊക്കെ വേഷം കെട്ടലും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി. പക്ഷേ എൻ്റെ ജീവിതം തകർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ വിഷമിക്കണ്ട മോനെ, നീ ധൈര്യമായിട്ടിരിക്കുക, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്നെങ്കിലും ഒരു കാലത്ത് നിനക്ക് തെളിയിക്കാനായിട്ട് പറ്റും. അതെ, എനിക്ക് തെളിയിക്കണം.
തെളിയിക്കാൻ രാവൺ ചേട്ടാ. കാരണം എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം. എൻ്റെ നഷ്ടപ്പെട്ടു പോയത് ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കാതിരിക്കാൻ പറ്റില്ല. വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ വിക്രത്തിൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു വേദനകളും വിഷമങ്ങളും വരും. ചിലപ്പോൾ നല്ല നല്ല സ്വപ്നങ്ങളായിരിക്കും വരുന്നത്, നല്ല നല്ല ഓർമ്മകൾ വരും. അതെത്രയെന്ന് അറിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. ഞാനും വേദയും കുറച്ച് കാലം മാത്രമേ നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തെ ഓർമ്മകളുണ്ടല്ലോ, അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഓരോന്നോർത്ത് സങ്കടപ്പെടല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. നീ നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്യാതെ നീ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ലെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ രാഘവൻ ചേട്ടൻ വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വിക്രത്തിന് അവിടെ വന്നതിന് ശേഷമുള്ള ഒരു കൂട്ടായിരുന്നു രാഘവൻ ചേട്ടന്. ഈ പറയുന്ന ആൾക്ക് കുറച്ച് പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിക്രത്തോട് ഭയങ്കര കരുതൽ സ്നേഹമാണ് താനും. വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെ അയാൾക്ക് നന്നായിട്ടറിയാം. വിക്രം കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേദയെക്കുറിച്ചുള്ള കഥകൾ. വേദയും താനും കണ്ടുമുട്ടിയതും അതിനുശേഷം ഒന്നായതുള്ള ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ രാഘവൻ ചേട്ടനും കാണാപ്പാടമായ കഥകളാണ്. അതുകൊണ്ട് വിക്രത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു താനും. ഇതേ സമയത്ത് വേദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് മുറിയിലേക്ക് ഇത്തിരി പ്രായമുള്ളൊരു സ്ത്രീ കടന്നു വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് വേദ ഇങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഹിന്ദി ചോദിച്ചു, ന്യൂ അഡ്മിഷൻ ആണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാൻ മലയാളിയാന്ന് പറഞ്ഞു. ആണോ? പുതിയ അഡ്മിഷൻ ആണോ? അതെ, ഇന്ന് എത്തിയതോളെന്ന് പറഞ്ഞു. അല്ല, വീട് എവിടെയാ? പെട്ടെന്ന് വേദ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരം. ആണോ? ഞാൻ കൊട്ടാരക്കരയാ. പിന്നെ എൻ്റെ മരുമോള ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്, രാധിക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേദ ഇങ്ങനെ നോക്കി. അല്ല, തനിച്ചോ ഉള്ളൂ എന്ന് ചോദിച്ചു വേദയോട്. അപ്പോൾ വേദ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല, ഒരു ഫ്രണ്ട് ഉണ്ട്. അല്ല, അതല്ല ഞാൻ ചോദിച്ചേ, വീട്ടുകാരും ഇല്ലേ, ഭർത്താവില്ലേ എന്ന്. അത് വേദയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. പെട്ടെന്ന് പറഞ്ഞു, ചിലപ്പോൾ പുറത്തായിരിക്കും ഭർത്താവില്ലെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു, എൻ്റെ മരുമോളെ ഇച്ചിരി കോംപ്ലിക്കേഷനായിട്ട് കിടക്കുവാണ്. കാരണം നല്ല ബ്ലീഡിങ് ആയിരുന്നു, ഹെവി ബ്ലീഡിങ് ആയിരുന്നു. ഇപ്പം കുറച്ച് കുറവുണ്ട്. എന്നാലും 8ാം മാസം ആയതുള്ളൂ. ചിലപ്പോൾ സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തിറക്കേണ്ട വരുമെന്നൊക്കെയാണ് പറയണത്. എനിക്ക് നല്ല ഭയമുണ്ട്. കഴിഞ്ഞ മാസം കുറേ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ, അത് പുറത്തെ ലാബിലാണ് ചെയ്തേ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നതാന്ന് പറഞ്ഞു. മുറിയിൽ എൻ്റെ റിസൾട്ടേക്ക് ഇരിക്കുന്നത്, അതെടുക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ അവരെ നോക്കി. പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. സർജറി ചെയ്ത് കുഞ്ഞിനെയൊക്കെ പുറത്തിറക്കിയുമ്പോൾ അവളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിക്കുക ഓരോന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ തനിച്ചാകുമ്പോഴേ നമുക്ക് എന്താണെന്നറിയില്ല. എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ചില സമയത്ത് സങ്കടം സഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോയി റിസൾട്ടൊക്കെ എടുത്തു. എങ്കിൽ ശരി കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ റിസൾട്ടുമായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് കുറച്ച് ഗുണ്ടകളെ വിളിച്ചു വരുത്തി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അവൾ ഡൽഹിയിലുണ്ട്. അതെ, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം, അവിടേക്ക് പോകണം. പിന്നെ നിങ്ങളെ അവിടെ സഹായിക്കാനായിട്ട് വേറെ ആൾക്കാർ കാണും, അവരെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. അവൾ ഏതെങ്കിലും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സഹായം തേടാതിരിക്കില്ല. ഈ സമയത്ത് തേടിയിട്ടുണ്ടായിരിക്കും. അപ്പം അവൾ ചിലപ്പോൾ വേറെ പേരിലേക്കായിരിക്കും അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെയൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ശരി എന്നാ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്ര പറഞ്ഞു പോയി. പിന്നീട് എന്ത് ചെയ്തു, അവന്മാർ ഡൽഹിയിലേക്ക് തിരിച്ചു. ഡൽഹിയിൽ വന്നിട്ട് വേദയെ അന്വേഷിച്ച് ഓരോ ഹോസ്പിറ്റൽ തോറും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. ഒടുവിൽ വേദയുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് അവന്മാരെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ്, അതായത് ഇതിന് തൊട്ട് പിന്നാലെ അപ്ലോഡ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിശേഷം കൂടെ ഒന്നായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ലെങ്ത് കൂടുതലായതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം തൊട്ട് പറയാതെ തന്നെ അടുത്ത വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമാണേ. അപ്പോൾ അത് എല്ലാവരും കാണാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.